നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം. ഡയാലിസിസ് ടെക്നോളജി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നൈറ്റ് ഡ്യൂട്ടിക്കിടയിലാണ് ആക്രമണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി. 12 hours ഡ്യൂട്ടി കഴിഞ്ഞ് 5:00-ക്കാണ് ഞങ്ങൾക്ക് കേസ് എല്ലാം കഴിയുന്നത്. അപ്പൊ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ യൂണിറ്റിന്റെ അകത്തുള്ള റെസ്റ്റിംഗ് റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് പോയി. അന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആരാന്നറിയത്തില്ല ഞങ്ങളെ കാലി വന്ന് വലിക്കുന്നത് കണ്ടിട്ട് അയാൾ വിടുന്നില്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ബഹളം വെക്കുന്നു, അയാൾ അവിടെ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ ബഹളം വെച്ച് അയാൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ യൂണിറ്റിന്റെ അകത്തുണ്ടായിരുന്നു. ഞങ്ങളെ ബൈസ്റ്റാൻഡറാന്നും പറഞ്ഞ് ഞങ്ങള് പുറത്ത് നിൽക്കുന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരം അയാൾ കസേരയൊക്കെ എടുത്ത് ഞങ്ങൾ അടിക്കാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഉടനെ റെസ്റ്റ് റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തിട്ട് ഞങ്ങള് ഡ്യൂട്ടി ടെക്നീഷ്യനെയും സിസ്റ്റർമാരെയും എല്ലാം വിളിച്ച് അവര് കോൾ എടുത്ത് അവർ പോയി ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അന്നേരം ഇയാൾ കത്രിക എടുത്തിട്ട് പുറത്തുള്ള ഡോറിൽ കൂടെ പോവാണ്ട് പുറകിലുള്ള ഒരു ഡോർ, അത് ഞങ്ങൾക്ക് പോലും ഇപ്പോഴും അറിയുന്ന അവിടെ ഒരു ഡോർ ഉണ്ടെന്നുള്ള കാര്യം. ആ ഡോറ് ആ പൂട്ട് പൊളിച്ച് അയാൾ അതിൽ കൂടെ ചാടാൻ നോക്കുക. എന്നിട്ട് പറയുക ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടപ്പോൾ എന്റെ മക്കൾ അതിൻ്റെ അകത്ത് കിടപ്പോൾ അവരെ ഇറക്കി വിടുന്നുള്ള രീതിക്ക്. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, ആ സമയത്ത് അതിക്രമം കാണിച്ച ഈ അജ്ഞാതൻ ആര്? തീർച്ചയായും അതിൽ അല്പസമയം മുന്നെയാണ് ഞാൻ ആ കുട്ടികളുമായി സംസാരിച്ചത്. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്യുക? അതും 4ാം വർഷ ഡയാലിസിസ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. അവർക്ക് ഈ ആശുപത്രിയുടെ അന്തരീക്ഷമോ അത്രയേറെ പരിചിതമല്ല, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സാഹചര്യം അത്ര പരിചിതമല്ലാത്ത വിദ്യാർത്ഥികളാണ്. അവർക്കാണ് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്കിടെ ഒരു അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ്. ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ ആരാണ് ഈ അപരിചിതൻ? അത് കുട്ടികൾക്കും വ്യക്തതയില്ല. ആരാണ് ആക്രമിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. അവർക്ക് ഇതുവരെ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ കയറുന്നു. അതുപോലെ തന്നെ ഈ വിശ്രമ മുറിയുടെ വാതിൽ തള്ളി തുറക്കുന്നു. അതിനുശേഷം ആദ്യം കാലിൽ കയറി പിടിക്കുന്നു. പിന്നീട് കത്രിക കൊണ്ടും കസേര കൊണ്ടും ആക്രമിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ വിദ്യാർത്ഥികൾ പരാതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നൈറ്റ് ഡ്യൂട്ടിയുടെ അവസാനം പുലർച്ചെയാകുമ്പോഴാണ് ഒരു അപരിചിതൻ വിശ്രമ മുറിയിലേക്ക് കയറി വരുന്നത്. അതിനുശേഷമാണ് ആദ്യം കാലിലാണ് കയറി. 4ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ കാലിൽ കയറി പിടിക്കുന്നു. ആ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ബഹളം ഉണ്ടാക്കുന്നു. പിന്നീടും പിന്തിരിയാൻ തയ്യാറാവാതിരുന്ന ഈ അപരിചിതൻ കത്രിക കൊണ്ടും കസേര കൊണ്ടും ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പരാതി. ആ പരാതി അവർ ഉടനടി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരാതി ഇതുവരെ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. അതിൽ വിദ്യാർത്ഥികളെ അറിയിച്ചത് ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാം എന്നുള്ളൊരു കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയിരിക്കുന്ന പരാതിയിൽ തന്നെ പറയുന്നത്, അവർ ആദ്യം തന്നെ ഈ അപരിചിതൻ റൂമിലേക്ക് കയറി വരുന്നു. അതിനുശേഷം കാലിൽ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ബഹളം വയ്ക്കുന്നുണ്ട്. സെക്യൂരിറ്റിയുടെ ഒരു സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയില്ല എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയില്ല. കൂടാതെ അവിടെ CCTV ക്യാമറകളില്ല. പുറത്ത് മാത്രമാണ് CCTV ക്യാമറകൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് എത്രത്തോളം ഈ ആശുപത്രി ഡിപ്പാർട്ട്മെന്റിൽ, ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സുരക്ഷയുണ്ട് എന്നുള്ള ചോദ്യമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അതിനുശേഷം ഈ കത്രിക കൊണ്ട് ആക്രമിക്കാൻ എത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ബൈസ്റ്റാൻഡറും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരും എത്തിയാണ് വിദ്യാർത്ഥികളെ രക്ഷിച്ചത്. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോയതിനു ശേഷവും ഈ അപരിചിതൻ അവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാർ എത്തി പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു സംശയമായി പറയുന്നത്, തൊട്ടടുത്തുള്ള സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ രോഗിയാണോ ഇവിടത്തേക്ക് കയറി ചെന്ന് വിദ്യാർത്ഥികളെ ആക്രമിച്ചത്, ഒരു അതിക്രമത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം ഒരു സംശയമുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിൽ ഒരു പോലീസിലേക്ക് ഒരു തുടർ നടപടി ഇല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതീവ ഗൗരവമായിട്ടുള്ള. ശരി മേഘന, എന്തായാലും അസമയത്ത് ആശുപത്രിയിൽ ഈ അതിക്രമം നടത്തിയ അജ്ഞാതൻ ആര് എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം കാണേണ്ടിയിരിക്കുന്നു. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ടെലിവിഷൻ റേറ്റിംഗുകളിൽ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചുവെന്ന 24 വാർത്തയിൽ ഇടപെട്ട ബാർക്ക് ഇന്ത്യ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിച്ച് വാർത്താക്കുറിപ്പിറക്കി. ഫോറൻസിക് ഓഡിറ്റിനായി ഏജൻസിയെ നിയമിച്ചെന്ന് ബാർക്ക് അറിയിച്ചു. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും റേറ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളെത്തിയെന്ന 24 വാർത്തയിലാണ് ബാർക്ക് ഇന്ത്യയുടെ നടപടി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും വിഷയം അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുമെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. വിഷയത്തിൽ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിന് ബാർക്ക് ഇന്ത്യ ഉത്തരവിട്ടു. ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്നതിന് സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ചതായും ബാർക്ക് ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
ഓഡിറ്റ് പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് റേറ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. തൽപര കക്ഷികളോട് സത്യസന്ധതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. 24 ഡൽഹി. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങൾ. നഗ്നദൃശ്യം പകർത്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പീഡിപ്പിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പീഡനം തുടർന്നു. ഗർഭഛിദ്ര മരുന്ന് നിർബന്ധപൂർവ്വം നൽകി. മജിസ്ട്രേറ്റ് മുൻപാകെ അതിജീവിത രഹസ്യമൊഴി നൽകി. രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് കേസിൽ 2ാം പ്രതി. അതിജീവിത അനുഭവിച്ച ക്രൂരപീഡനങ്ങൾ തീയതി ഉൾപ്പെടെ വിവരിച്ച് വ്യക്തമായിട്ടാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയത്. 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവമേൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. മാർച്ച് 17 ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായ ഭീഷണി. അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും നിരന്തര പീഡനം തുടർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടാതെ സുഹൃത്തും അടൂർ സ്വദേശിയുമായ ജോബി ജോസഫിനെയും പ്രതി ചേർത്തിരുന്നു. 2025 മെയ് 30 തിരുവനന്തപുരം കൈമനത്ത് വെച്ച് കാറിൽ കയറ്റി പെൺകുട്ടിക്ക് ഗർഭം അലസിപ്പിക്കാൻ ഗുളിക നൽകിയത് ജോബി ജോസഫ് എന്ന് എഫ്ഐആറിലെ കണ്ടെത്തൽ. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിനകറിനാണ് മേൽനോട്ട ചുമതല. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. ഇന്നലെ വൈകിട്ട് 5:45 വരെ പാലക്കാട് നഗരമേഖലയിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയെന്നതിൽ വ്യക്തതയില്ല. ഇന്ന് രാവിലെ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നെങ്കിലും പ്രതികരണമില്ല. ഇതിനിടെ ഇന്ന് രാവിലെ പാലക്കാട്ട് രാഹുലിന്റെ MLA ഓഫീസ് തുറന്നു. സാധാരണ ഓഫീസ് വൈകിട്ട് 5 മണിക്ക് അടയ്ക്കും, രാവിലെ 9:30 തുറക്കുകയും ചെയ്യുന്ന രീതി തുടർന്ന് വരുന്നുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല ഫോണില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ഫോണിൽ പിന്നെ ഓഫാണെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചു ചെയ്ത് പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിന് ലുക്കൌട്ട് നോട്ടീസ്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പോലീസ് അറസ്റ്റ് നീക്കം നടത്തുന്നതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നും രാഹുലിന്റെ വാദം. കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത നടപടി സ്വീകരിക്കും. വകുപ്പുകളൊക്കെ അറിഞ്ഞു, പക്ഷേ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചിട്ടില്ല. വലിയ തുടങ്ങി അവർ പിന്നെ നിയമത്തേക്ക് വന്നു. ഗോൾ പോസ്റ്റ് എവിടെ പറഞ്ഞിട്ട് എങ്കിലേ ഗോൾ അടിക്കാൻ പറ്റും. ജനപ്രതിനിധി കൂടിയായ രാഹുലിനെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിനകറിനാണ് മേൽനോട്ട ചുമതല. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചും പ്രതിക്ക് പ്രതിരോധമൊരുക്കിയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാനെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശം. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ച് ഉന്നത നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയുടെ തെളിവുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്നുപെട്ട പരാതിയെ പ്രതിരോധിക്കാനുള്ള വ്യഗ്രതയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ് കോൺഗ്രസിൽ നിന്നുള്ള കാഴ്ച. മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി, ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം പരാതി നൽകാതെ ഇപ്പോൾ പരാതി നൽകിയത് എന്തിനാണെന്ന ചോദ്യവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവും അതിജീവിതക്കെതിരെ തിരിഞ്ഞു. മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അപ്പോൾ വന്നില്ല? KPCCയുടെ മുൻ അധ്യക്ഷൻ MM ഹസനെ പോലുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ വിമർശിക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഈ സമീപനമില്ല. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും കോൺഗ്രസിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല. KPCC അധ്യക്ഷൻ നിലപാട് പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നും വി ഡി സതീശന്റെ മറുപടി. ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കണം. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണത്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. വാർത്തയിലേക്കാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ കൊളംബോ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യാനായില്ല. കൊളംബോയിൽ ഇറങ്ങേണ്ട വിമാനം കോയമ്പത്തൂരിൽ ഇറക്കി. യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് ദീപക് ധർമ്മടമാണ്. ദീപക്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യാത്രക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ക്രിസ്റ്റീന, യാത്രക്കാർ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ചെന്നൈയിൽ നിന്നും കൊളംബോയിലേക്കുള്ള വിമാനമാണ് ഇൻഡിഗോയുടെ വിമാനം. അത് 3 തവണ ലാൻഡിംഗ്, 2 തവണ കൃത്യമായ ലാൻഡിംഗ് ശ്രമം നടത്തി. പക്ഷേ എന്നാൽ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. 3ാമത്തെ തവണ ശ്രമിക്കുമ്പോൾ തന്നെ അത് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ വൈകിയാണെങ്കിലും കോയമ്പത്തൂരിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് പല മീറ്റിങ്ങുകൾക്കും മറ്റും അതുപോലെ തന്നെ ഉല്ലാസയാത്രയ്ക്കുമായി കൊളംബോയിലേക്ക് യാത്ര തിരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രാ വിമാനത്തിലുണ്ട്, ഇൻഡിഗോ വിമാനത്തിലുണ്ട്. അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയാണ്. അതിൽ യാത്രക്കാർ നമ്മളോട് പങ്കുവെച്ചത് അക്ഷരാർത്ഥത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥ ഉണ്ട്, അവർ അതിന് ലാൻഡിംഗ് ശ്രമം നടത്തുന്നു, പരാജയപ്പെടുന്നു. അത് തിരിച്ച് ചെന്നൈയിലേക്ക് എത്താതെ കോയമ്പത്തൂരിൽ ഇറക്കി എന്നുള്ളതാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധമായി അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇടുക്കി മൂന്നാർ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് 4.5 മണിക്കൂറോളം 120 അടി ഉയരത്തിൽ കുടുങ്ങിക്കിടന്നത്. അഗ്നിരക്ഷാസേനയുടെ സാഹസികമായ ഇടപെടലിൽ 5 പേരെയും സുരക്ഷിതരായി താഴെയിറക്കി. സ്കൈ ഡൈനിങ് നടത്തിപ്പുകാർക്ക് അനാസ്ഥ ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസീൽദാർ നിർദ്ദേശം നൽകി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, 2ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ എന്നിവർ സ്കൈ ഡൈനിങ്ങിൽ കയറിയത്. തറയിൽ ഉറപ്പിച്ച ഹൈഡ്രോളിക് ക്രെയിൻ ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തുന്നതാണ് സ്കൈ ഡൈനിങ്. പതിവിലും കൂടുതൽ ക്രെയിൻ ഉയർത്തിയതോടെ റോപ്പുകൾ കുരുങ്ങി. നിശ്ചലമായ ക്രെയിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ജീവനക്കാരി ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന 5 പേരെ രക്ഷപ്പെടുത്താൻ താഴെയുണ്ടായിരുന്നവർ ശ്രമിച്ചു. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുന്നത്. കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു. മറ്റുള്ളവരെ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ മുകളിൽ അവർ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു അപകടാവസ്ഥയെന്ന് കണക്കാക്കാൻ കഴിയില്ല. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഈ റോപ്പ് ഉപയോഗിച്ച് കയറിയത്? അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ, നമ്മുടെ പണിയല്ലേ. മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം 1.5 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതമായി താഴെ ഇറക്കിയത്. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളും ലൈസൻസുമില്ലാതെയാണ് സദേൺ സ്കൈസ് എയ്റോ ഡൈനാമിക്സ് എന്ന സംരംഭം പ്രവർത്തിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നിലവിലുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. 400-ലേറെ ദിവസം നീണ്ട മുനമ്പം സമരം അങ്ങനെ അവസാനിക്കുകയാണ്. സമരം മറ്റന്നാൾ അവസാനിപ്പിക്കാൻ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചു. താൽക്കാലികമായി ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത്. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, അങ്ങനെ 400-ലേറെ ദിവസം നീണ്ടുനിന്ന സമരം അവസാനിക്കുകയാണല്ലോ, വിവരങ്ങൾ? ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ 400-ലധികം ദിവസം നീണ്ടുനിന്ന സമരം അവസാനിപ്പിക്കുകയാണ്. മുൻപത്തുകാരിൽ നിന്ന് നികുതി താൽക്കാലികമായി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയതോടെയാണ് സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. മറ്റന്നാൾ മുനമ്പത്ത് മന്ത്രി പി രാജീവ്, അതോടൊപ്പം തന്നെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. അതേശേഷം 2:30 തന്നെ സമരപ്പന്തലിലെത്തി പിന്നീട് സമരമനുഷ്ഠിച്ച ആളുകൾക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം മുനമ്പത്ത് തുടങ്ങിയ ഒരു സമരം പിന്നീട് അത് ദേശീയ ശ്രദ്ധ വരെ ദേശീയതലത്തിൽ വരെ വലിയ ചർച്ചയായ ഒരു സമരമായിരുന്നു. അങ്ങനെ 400-ലധികം ദിവസമാണ് മുനമ്പത്തുകാർ സമരം വരുന്നത്. ഇതിനകം തന്നെ ഏതാണ്ട് 250ഓളം കുടുംബങ്ങൾ ഈ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം 250ഓളം കുടുംബങ്ങൾ വിവിധ വില്ലേജ് ഓഫീസുകൾ, പ്രത്യേകിച്ചും കുഴുപ്പള്ളി അടക്കമുള്ള വില്ലേജ് ഓഫീസുകളിൽ ഇതിനകം തന്നെ കുഴുപ്പള്ളി, പള്ളിപ്പുറം അടക്കമുള്ള വില്ലേജ് ഓഫീസുകളിൽ കരമടച്ചു കഴിഞ്ഞു. അങ്ങനെ മുനമ്പത്തുകാർക്ക് വലിയ ആശ്വാസമായി എന്ന് തന്നെ പറയാം. ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുന്നത്. താൽക്കാലിക ആശ്വാസമാണ് എങ്കിൽ പോലും 250ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ റവന്യൂ അവകാശങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2022 മുതൽ മുനമ്പത്തെ ജനതയ്ക്ക് ഇത്തരത്തിൽ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതി ഭാഗത്തും ഒരു അനുകൂല തീരുമാനമുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. മറ്റന്നാളാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി മുനമ്പത്ത് ഉള്ളത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ആലപ്പുഴ കായംകുളത്ത് റോഡരികിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. പെരുവ സ്വദേശി അൻസാറിന്റെ കാറിനാണ് തീപിടിച്ചത്. കായംകുളം ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തായിരുന്നു ഈ തീപിടുത്തത്തിന് കാരണം? കൃഷ്ണ 9:30 മണിയോടുകൂടിയാണ് കായംകുളം ONK ജംഗ്ഷൻ സമീപം ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. എരുവ സ്വദേശി അൻസാർ എന്ന ആളുടെ ഉടമസ്ഥയുള്ള കാറാണ്. അൻസാർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നതും. റോഡരികിൽ കാർ നിർത്തി കടയിലേക്ക് സാധനം വാങ്ങാൻ പോയ സമയത്താണ് കാറിന്റെ ബോണറ്റിൽ നിന്നും പുകയുയർന്നത് ആ കാറിലേക്ക് പൂർണ്ണമായും പടർന്നത്. വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനടക്കം പൂർണ്ണമായും കത്തി നശിച്ചു. ഈ സമയം അൻസാർ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ഒപ്പം കായംകുളം നഗരമധ്യത്തിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് സ്റ്റേഷൻ ഏകദേശം 800 മീറ്റർ അടുത്താണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വിളിച്ചറിയിച്ച ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിന് അവിടെ എത്തി തീ അണയ്ക്കാനും സാധിച്ചു. എങ്കിൽ പോലും വാഹനം ഏകദേശം ഭാഗികമായി തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. നിലവിൽ എന്തായാലും ആർക്കും പരിക്കില്ല, അല്ലെങ്കിൽ തീപിടുത്തത്തിൽ പൊള്ളലേറ്റിട്ടില്ല എന്നുള്ളതും ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് ചൊവ്വാഴ്ച മുതൽ കേരളീയ സദ്യ വിളമ്പും. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കും. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങൾ ഇനി മുതൽ സന്നിധാനത്തെ ഉച്ചഭക്ഷണ മെനുവിൽ ഉണ്ടാകും. സദ്യയ്ക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും. ഭക്ഷണം നൽകാൻ പ്രത്യേക പ്ലേറ്റുകൾ എത്തിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം. ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം പാത്രം വാങ്ങണം. ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല കിട്ടുന്നത് മാത്രമല്ല, ഇല ഡിസ്പോസലാണ് പ്രശ്നം. ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നതിന് ഇത്ര ഇല ഇവിടെ വന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കും. പോലീസിൻ്റെ നിയന്ത്രണത്തിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും. അത് ശ്രീജിത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ എരുമേലിയിലും അത് കുറച്ച് കർശനമായിട്ട് തന്നെ പറഞ്ഞത്. കാനനപാത വഴി അനധികൃത പാതകളിലൂടെ വരാൻ പാടില്ല. ഇന്നലെ 97,358 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. 1000-ന് മുകളിൽ തീർത്ഥാടകർ പ്രതിദിനം പുല്ലുമേട് വഴിയും ശബരിമലയിൽ എത്തുന്നുണ്ട്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.